ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ മെട്രിക്സ് ഗെയിമിംഗ് ഗൈസ്. അപ്പോൾ നമ്മളിന്ന് മൈൻക്രാഫ്റ്റ് കളിക്കുന്ന ബെറ്റ വെർഷനകത്താണ്. ഗൈസ് അത് മാത്രമല്ല നമ്മുടെ സ്കിന്നും മാറി, പിന്നെ ഇത് വെർഷൻ 1.20 1.13 ആണ് ഗൈസ്. ഗൈസ് അപ്പോൾ നമുക്ക് പ്ലേ കൊടുക്കാം. ക്രിയേറ്റ് ന്യൂ വേൾഡ് ഗൈസ്. അപ്പം ഇതൊരു സീരീസ് ആയിരിക്കും ഗൈസ്. സീരീസ് എന്ന് പറഞ്ഞാൽ എനിക്കിനകത്തൊരു ലഷ്കേവ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അഡ്വാൻസിനകത്ത് ടെംപ്ലേറ്റ്സിനകത്ത് ഗൈസ്. നമുക്ക് അതിന് പിന്നെ ഷോ കോണേഴ്സും ഷോ ഡേയ്സ് പ്ലേഡും ഗൈസ്. ഇപ്പോൾ ഡേയ്സ് പ്ലേഡ് നമുക്ക് കാണാൻ പറ്റും ഈ മൈൻക്രാഫ്റ്റിൻ്റെ പുതിയ അപ്ഡേറ്റിനകത്ത്. ഞാൻ ഏതൊക്കെ പ്ലേ കാണുന്നത് ഗൈസ്. പിന്നെ ടെംപ്ലേറ്റ്സിനകത്ത് ഗൈസ് ലഷ്കേവ് നമുക്കൊരു അണ്ടർഗ്രൗണ്ട് സീരീസ് തുടങ്ങാം ഗൈസ്. പിന്നെ ഷെയ്ഡർ ഏതാണെന്നാരും ചോദിക്കട്ടെ, ഞാൻ കാണിച്ചു തരാം ഗൈസ്. റിസോഴ്സ് പാക്ക് ഉണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ ഷെയ്ഡർ, നൈസ് ഷെയ്ഡറാണ് ഗൈസ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ ലിങ്ക് അയച്ചു തരാം ഗൈസ്. പിന്നെ നമുക്ക് സ്റ്റാർട്ട് കൊടുക്കാം. സർവൈവ് ഗൈസ്. അപ്പോൾ നമ്മൾ സ്പോണാകുന്ന തന്നെ ഒരു ട്രീൻ്റെ ഫ്രണ്ടിലാണ് ഗൈസ്. ഗൈസ് ലഷ്കേവ് അടിയിലായിരിക്കും, നമ്മളതിൻ്റെ മേലിലായിരിക്കും സ്പോണാകുന്ന. വാട്ടറൊക്കെ ഉണ്ട് ഗൈസ്. ഇതൊരു നൈസ് ഗൈസ്. എനിക്ക് ഷെയ്ഡർ ഇഷ്ടപ്പെട്ട്, നല്ല രസമുണ്ട് ഗൈസ്. അപ്പം ഇതാണ് നമ്മുടെ വ്യൂ. ഷെയ്ഡർ കൊള്ളാൻ കേട്ടോ ഗൈസ്. അപ്പം നമ്മൾ രണ്ട് മലയാളികളൊക്കെ ആയിട്ടുള്ള സ്ഥലത്തായിട്ട് ആണ് നമ്മളിപ്പോൾ സ്പോൺ ആയിരിക്കുന്നത് ഗൈസ്. പിന്നെ ഇതാണ് എൻ്റെ പുതിയ സ്കിന്നല്ല, ഞാൻ തൽക്കാലത്തേക്ക് ഇട്ട സ്കിന്നാണ് ഗൈസ്. പഴയ സ്കിൻ വരും ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ കളിച്ചു തുടങ്ങാം ഗൈസ്. നമുക്ക് ഫസ്റ്റ് തന്നെ മരം വെട്ടാം ഗൈസ്. ഞാൻ സ്പോൺ ആയത് 00 ഒക്കെ എത്താണല്ലേ ഗൈസ്. അപ്പോൾ നമ്മൾ നമ്മുടെ മരമൊക്കെ വെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കാം ഗൈസ്. അതിന് വേണ്ടി നമുക്കിത് പ്ലാങ്ക് ആക്കാം. എന്നിട്ട് ഗൈസ് ക്രാഫ്റ്റിംഗ് ടേബിൾ, അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പം ഗൈസ് നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിളിൽ നമ്മുടെ ഫസ്റ്റ് പ്ലാങ്ക് ഉണ്ടാക്കാം. പ്ലാങ്കിൽ നിന്ന് നമുക്ക് സ്റ്റിക്ക് ഉണ്ടാക്കാം ഗൈസ്. സ്റ്റിക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ ഫസ്റ്റ് പിക്കാക്സ് ഉണ്ടാക്കാം ഗൈസ്. ഇനി നമുക്ക് സ്റ്റോൺ എടുക്കാം. സ്റ്റോൺ ഒരെണ്ണം വേണം, 2 വേണം, 3 വേണം ഗൈസ്. ഗൈസ് അപ്പോൾ നമുക്കിനി 3 സ്റ്റോൺ കൊണ്ട് നമുക്ക് ആക്സ് ഉണ്ടാക്കാം ഗൈസ്. ആക്സാണ് നമുക്കിപ്പോൾ ആവശ്യം വേണ്ടത്. ഒരു സ്റ്റാക്ക് ഫുഡ് വേണം ഗൈസ്. അപ്പം ഞാൻ പോയി അത് സെറ്റാക്കിയിട്ട് വരാം. സ്റ്റാക്ക് സെറ്റാക്കിയിട്ട് വരാം ഗൈസ്. നമ്മളങ്ങനെ ഒരു സ്റ്റാക്കല്ല 58 വുഡായി ഗൈസ്. അങ്ങനെ ഞാൻ വുഡ് ചോപ്പ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഗൈസ് ഇത് ഷീപ്പിലെ വഴി വന്നു. ഷീപ്പിനെ കണ്ടാൽ നമുക്ക് വെറുതെ ഇടാൻ പറ്റത്തില്ല ഗൈസ്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് വൂള് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഫസ്റ്റ് വൂളിലൂടെ നമുക്ക് 2 ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. വേണ്ടവൺ ഗൈസ്. അപ്പം ഉറങ്ങുള്ളൂ അങ്ങനെ ഡൗൺ ഗൈസ്. കുറേ നമ്മൾ ഭയങ്കര കളിക്കായിരുന്നു, എൻ്റെ എയിമൊക്കെ പോയി ഗൈസ്. അപ്പോൾ ഞാൻ ഇനി അടുത്ത ഷീപ്പിനെ കണ്ടിട്ട് വരാം ഗൈസ്. അപ്പോൾ ഒരു ഷീപ്പും കിട്ടി. പിന്നെ ഞാൻ ഒരു സ്റ്റാക്ക് വുഡ് കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അടുത്ത ഷീപ്പും കിട്ടി ഗൈസ്. അങ്ങനെ നമ്മൾ 3 ഷീപ്പിനെയും കിട്ടി, ഫുൾ സെറ്റായിട്ട്. ഗൈസ് അടുത്ത് ഗൈസ്. അപ്പോൾ ഒരു ബ്രൗൺ ഷീപ്പിനെ കൂടെ കിട്ടി നമുക്കപ്പോൾ അത് സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പം അതിൻ്റെയൊക്കെ നമുക്ക് അടുത്തോളം കിട്ടി ഗൈസ്. അപ്പോൾ ഞാൻ കൗവിനെങ്കിൽ ഒന്ന് ട്രെയിൻ സെറ്റാക്കി ഞാൻ തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ഒരു നൈറ്റായി ഗൈസ്. അപ്പോൾ ഞാൻ ബെഡ് ഉണ്ടാക്കി നമ്മുടെ ഫസ്റ്റ് നൈറ്റ് സർവൈവ് ചെയ്യാൻ പോകുന്നു ഗൈസ്. ഹാർഡ് കോറിലേക്ക് ഞാൻ ഇതുവരെ ചെത്തിട്ടില്ല ഗൈസ്. അപ്പോൾ സ്ലീപ്പിംഗ് ത്രൂ ദിസ് നൈറ്റ് ഗൈസ്. അപ്പോൾ നമ്മൾ മോർണിംഗ് ആയിട്ടുണ്ട്, നമ്മുടെ ഫസ്റ്റ് ഡേ നമ്മൾ സർവൈവ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിളും പൊട്ടിച്ച് തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോകാം. വീടല്ല ഗൈസ്, ഇപ്പോൾ നമുക്ക് നിലവിൽ വീടൊന്നുമില്ല. നമുക്കൊരു ചെറിയ ഷട്ടർ പോലെ എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പം നമ്മളിതിന് വഴി ഗൈസ് ഞാൻ നമ്മുടെ നേരത്തെ കണ്ട റിവർ ചാടിയാണ് ഇപ്പുറത്തോട്ട് വന്നത്. ഗൈസ് ചെയ്യേണ്ട റിവർ ഗൈസ്. ഇവിടുന്ന് ആക്ച്വലി ഒരു വെള്ളച്ചാട്ടമാണ്, അങ്ങോട്ട് നമുക്ക് അവിടെ പോവാം. അതിൻ്റെ താഴത്തോട്ട് പോകുമ്പോഴാണ് ലഷ്കേവ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ നോക്കിയില്ല, അവിടെ ആയിരിക്കും ലഷ്കേവ് വരേണ്ടത് ഗൈസ്. അപ്പം ഞാൻ നേരെ മേലോട്ട് പോകണം ഗൈസ്. മേലോട്ട് പോകാൻ ഇവിടെ ഒന്നും വഴിയില്ല ഗൈസ്. അപ്പം ഞാൻ എന്തായാലും ഇനി മേളിലെത്തിയിട്ട് വരാം ഗൈസ്. അങ്ങനെ ഞാൻ ഇപ്പോൾ മേളിലെത്തിയിട്ടുണ്ട്. ഞാൻ ഡേറ്റൊക്കെ പൊടിച്ച് വന്ന് ഗൈസ്. വീഡിയോ ലെങ്ത് കൂടുതലല്ലോ എന്ന് ഓർത്താണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഒരു കൗവിനെ കൂടെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ടെന്ന് വെച്ച് കൊല്ലുന്നില്ല ഗൈസ്. അപ്പോൾ ഗൈസ് പിന്നെ അത് മാത്രമല്ല ഗൈസ്, നമുക്ക് നോക്കിയേക്കാം ഗൈസ്. അവിടെ കേവ് ഉണ്ട്, കേവ് ഉണ്ട് ഗൈസ്. പിന്നെ നമുക്ക് അതിൻ്റെ അടിയിലോട്ട് കവച്ച് നിൽക്കുക, അല്ലെങ്കിൽ ചാവും ഗൈസ്. പിന്നെ അതിൻ്റെ അടിയിലോട്ട് ഗൈസ്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡെത്ത് സെക്കൻഡ് ഡേയിൽ നടന്നിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഇനി ചാവത്തില്ല ഗൈസ്. പിന്നെ നമുക്ക് പോയി ലൂട്ട് എടുക്കണം. ഞാൻ എന്തായാലും ലൂട്ട് എടുക്കണം ഗൈസ്. ലൂട്ട് മുഖ്യം ഗൈസ്. എൻ്റെ അത്രേ ചാവണ്ട ഗൈസ്. ഹാർഡ് കോർ പ്രശ്നമില്ല ഗൈസ്. ഹാർഡ് കോറിലല്ല നമ്മൾ ചാവത്തില്ല, ഇനി നമ്മൾ ചാവത്തില്ല ഗൈസ്. നമുക്കൊരു പാർക്കോർ കാണണം. ഞാൻ ഈ ബ്ലോക്ക് റെഡി ആയിട്ട് കാണിച്ചു തരാം ഗൈസ്. ഗൈസ് നമുക്കൊരു വിഷയമല്ല, 2 പ്രാവശ്യം എത്തുള്ളല്ല ഗൈസ്. എനിക്ക് ലൂട്ട് വേണം. എന്ത് വേണമെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. ഞാൻ എന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ ലൂട്ട് എടുക്കണം ഗൈസ്. ഇനി നമ്മൾ ചാവത്തില്ല ഗൈസ്. ഇനി നമ്മൾ ചാവത്തില്ല. കഴിഞ്ഞ 2 നമുക്കൊരു പ്രശ്നമല്ല. ഇനി നമ്മൾ ചാവത്തില്ല ഗൈസ്. കണ്ട നമ്മുടെ ലൂട്ട് എടുത്ത് സെറ്റാണ് ഗൈസ്.
റിഫ്ലക്സ് ഒന്നുമില്ല, ഡൈഡ്. ഗൈസ് ഇനി ചാവത്തില്ല, ഇത് ലാസ്റ്റാണ്. ഗൈസ് ഞാൻ പോയി ലൂട്ട് എടുത്തിട്ട് നേരെ വരാം. ഗൈസ് ലൂട്ട് എടുക്കാനായിട്ട് ഗൈസ് ഇനി ഇത് ഇത്രയും പ്രാവശ്യം എനിക്ക് എന്തുമായിട്ട് നിർത്തില്ല, എനിക്ക് ആ സെറ്റായില്ല ഗൈസ്. എനിക്ക് പെട്ടെന്ന് ക്രീപ്പർ വന്നപ്പോൾ റിഫ്ലക്സ് ആയില്ല, ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല, എന്ത് പറ്റിയെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. എന്തായാലും നമുക്ക് അവിടെ ബെഡ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. പിന്നെ നമ്മുടെ ക്രാഫ്റ്റിൻ്റെ ഉള്ള കിടന്ന് കിടക്കുന്നുണ്ട്, അതെടുക്കാം ഗൈസ്. എന്തായാലും ബെഡ് വെച്ചൊന്ന് റീസ്പോൺ വേണേൽ സെറ്റ് ചെയ്തേക്കാം ഗൈസ്. പിന്നെ ഞാൻ ഇനി ഇവിടെ കിടന്ന് ഇറങ്ങുന്നില്ല, ഞാൻ എപ്പോഴും ഈ കേവിലോട്ട് വരാൻ വേണ്ടി ഞാൻ ചാടിയല്ലേ വരുന്നത്. അപ്പോൾ അത് മാറ്റാൻ ഗൈസ് എൻ്റെ ലഷ് കേവ് ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ ഗൈസ്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി ഞാൻ ഗൈസ് ഇവിടെ ഞാൻ കുടിച്ച് മേലിലോട്ട് പോകാം, അതാണ് ഐഡിയ ഗൈസ്. അപ്പോൾ അവിടെ പിക്കാക്സ് എടുത്തേക്കാം. ക്രാഫ്റ്റിംഗ് ടേബിൾ കിട്ടി ഗൈസ്, പിക്കാക്സ് കിട്ടുന്നില്ല, അതവിടെ കിടക്കട്ടെ ഗൈസ് എന്തായാലും. അപ്പോൾ നമുക്കൊരു പിക്കാക്സ് ഉണ്ടാക്കിയേക്കാം, പ്ലാങ്ക്, സ്റ്റിക്ക്, പിക്കാക്സ് ഗൈസ്. അപ്പോൾ അത് സെറ്റ് നമുക്കിട്ട് നേരെ കുഴിച്ച് മേലിലോട്ട് പോകാം ഗൈസ്. നോക്കും അപ്പോൾ നമുക്കിതിൽ ആവശ്യം വരും, നമുക്ക് ഒരു ലിഫ്റ്റ് പോലെ ഉണ്ടാക്കാം, അല്ല ലിഫ്റ്റ് അല്ല, നമുക്ക് സ്റ്റെയർ പോലെ തന്നെ ഉണ്ടാക്കാം ഗൈസ്. കറക്റ്റ് ഗൈസ്. അപ്പം മൈനിങ് ആണ് ഗൈസ്, മൈനിങ് ഗൈസ്. അപ്പോൾ നമ്മൾ കുഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ മേളിലെത്തി ഗൈസ്. പിന്നെ എനിക്ക് ഒരു പ്ലാനുണ്ട് ഗൈസ്, ഇതൊരു എൻട്രൻസ് ഉണ്ടാക്കണം ഗൈസ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഷെൽട്ടർ അല്ല, ഗൈസ് ഞാൻ എന്നാലും ഇവിടെ ആയിരിക്കും താമസിക്കാതെ വേണ്ട ഗൈസ്. ഞാൻ അത് ഉണ്ടാക്കിയിട്ട് വരാം ഗൈസ്. ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കൊന്നു ഗൈസ്. പക്ഷേ കൊന്നെങ്കിലും ഞാൻ ഇത് ഉണ്ടാക്കി തീർത്തു ഗൈസ്. അപ്പോൾ ഇതാണ് എൻ്റെ ചെറിയൊരു എൻട്രൻസ് ഗൈസ്. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. നമുക്കിനി നേരെ ഗൈസ് ഈ ബെഡ് എടുത്തേക്കാം. നമുക്ക് ആ ലഷ് കേവ് നോക്കണം ഗൈസ്. ലഷ് കേവ് അല്ല ഗൈസ്, ടോർച്ച് വേണം, ടോർച്ചാണ് ഇപ്പോൾ അത്യാവശ്യം ഗൈസ്. അപ്പോൾ ടോർച്ച് എടുക്കാൻ വേണ്ടി ഞാൻ താഴത്തോട്ട് പോകുമ്പോൾ ഞാൻ ഇവിടെ ഒരു വലിയ കുഴി കണ്ടിട്ടുണ്ട് ഗൈസ്. ഈ കുഴി ഞാൻ നേരത്തെ കണ്ടില്ല എന്ന് എനിക്കറിയത്തില്ല ഗൈസ്. എന്തായാലും നമുക്ക് റിവറിൽ പോകണം ഗൈസ്. ഗൈസ് അവിടെ കോളുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് അത് എടുക്കാൻ പോവാം. നമുക്കിനി മൈനിങ്ങിനൊക്കെ ഇറങ്ങണം ഗൈസ്, ട്രൈൻ വേണം. അപ്പോൾ നമുക്ക് ഈ കോൾ എടുത്തേക്കാം. കോൾ 1 2 3 4 5 6 ഗൈസ്. അപ്പോൾ നമ്മുടെ കോൾ ഫുൾ എടുത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ ആ കോൾ അത് വേണം ഗൈസ്, പതിരിക്കട്ടെ, അത് പിന്നെ വരാം ഗൈസ്. അവിടെ ഉണ്ടത് എനിക്ക് തൽക്കാലത്തേക്ക് എനിക്ക് വേണ്ട കോളായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കിനി നേരെ ഗൈസ് വാട്ടർഫോൾ ഗൈസ്. ഈ ഷീഡിനകത്ത് വെള്ളവും കൊള്ളാം കേട്ടോ. കളിക്കാതിരുന്നിട്ട് എനിക്കിപ്പോൾ കളിച്ചിട്ട് എനിക്ക് സെറ്റാവില്ല ഗൈസ്. ഗൈസ് ഇത് പ്രശ്നമില്ല, നമുക്ക് കുറേ കളിക്കായിരിക്കും, നോക്കാൻ ടച്ച് ചെയ്തിട്ടില്ല അത്രയും ഗൈസ്. അപ്പം ഞാൻ അത് കയറാൻ നോക്കിയിട്ട് കയറാൻ പറ്റില്ല ഗൈസ്. അത് എന്താണെന്ന് എനിക്കറിയത്തില്ല ഗൈസ്. ക്രീപ്പർ പിന്നെ വെള്ളത്തിൽ നിന്ന് പൊട്ടിയ പ്രശ്നമില്ലല്ലോ. ക്രീപ്പർ വെള്ളത്തിൽ നിന്ന് പൊട്ടുമോ? ഇല്ലല്ലോ, പൊട്ടും, ചാവത്തിൽ. ഇതെന്താ ഇതിപ്പോൾ മൈൻക്രാഫ്റ്റിനകത്ത് അപ്ഡേറ്റ് ഒന്നും അങ്ങനെയൊക്കെ മാറി. നേരത്തെ ക്രീപ്പർ വെള്ളത്തിനകത്ത് വെച്ച് പൊട്ടി ചാവത്തില്ലല്ലോ ഗൈസ്. എന്തായാലും ഞാൻ തിരിച്ചെത്തിയിട്ടുണ്ട് ഗൈസ്. എൻ്റെ ലൂട്ടിലേക്ക് വേണം ഗൈസ്. ഇനി ഞാൻ ഈ കേവിലോട്ട് വരത്തില്ല, ഞാൻ അത്യാവശ്യം സെറ്റായിട്ടേ വരത്തുള്ളൂ ഗൈസ്. നമുക്ക് വേറെ വല്ല കേവ് ഇപ്പോൾ ഈ ലൂട്ട് കണ്ടുപിടിച്ചിട്ട് വരാം ഗൈസ്. അപ്പം ഞാൻ മേലോട്ട് കയറി നോക്കി, മേലോട്ട് കയറി നേരെ ഒരു ഷെൽട്ടർ പണിയാം. എടാ